എല്ലാവർക്കും നമസ്കാരം. വിസ PSC അക്കാദമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് 2021 മുതൽ 2025 വരെ PSC പരീക്ഷകൾക്ക് ചോദിച്ച മലയാളം വിഭാഗത്തിലെ പര്യായ പദങ്ങളും സമാന പദങ്ങളുമാണ്. വണ്ട് എന്നർത്ഥം വരുന്ന ഏതെല്ലാം പദങ്ങളുണ്ടെന്ന് നോക്കാം. ഭ്രമരം, അളി, ഇന്നിന്നിരം. മധുപം എന്ന് പറഞ്ഞാലും വണ്ട് തന്നെയാണ്. മധുപം എന്ന് പറഞ്ഞാലും വണ്ട് തന്നെയാണ്. ഭൃംഗം എന്നാലും വണ്ടാണ്. മധുപം, ഭൃംഗം, വണ്ട് എന്നർത്ഥം വരുന്ന പദങ്ങളാണ്. കണ്ണാടി എന്നർത്ഥം വരുന്ന പദങ്ങൾ നോക്കിക്കേ. കാജം, മുഖുരം, ആദർശം, ദർപ്പണം. കാജം, മുഖുരം, ആദർശം, ദർപ്പണം. സ്വർണം എന്നർത്ഥം വരുന്ന പദങ്ങൾ ഹേമം, ഹിരണ്യം, ഹേമകം, കനകം, കാഞ്ചനം. ഹേമം, ഹിരണ്യം, ഹേമകം, കനകം, കാഞ്ചനം. കനകം മൂലം, കാമിനി മൂലം, കലഹം പലവിധ മുലകിൽ സുലഭം എന്ന് കേട്ടിട്ടുണ്ട് അല്ലേ? അതിനു പകരം നമുക്ക് തിരുത്തി പഠിക്കാം. എന്തായിരുന്നു? കനകം മൂലം, കാഞ്ചനം മൂലം, ഹേമം പലവിധ മുലകിൽ സുലഭം. കനകം എന്നാലും കാഞ്ചനം എന്നാലും ഹേമം എന്നാലും സ്വർണം തന്നെയാണ്. ഹിരണ്യം, ഹേമകം കൂടെ ഓർത്തു വയ്ക്കുക. ജലം എന്ന പദത്തിന് വനം എന്നർത്ഥം കൂടെയുണ്ട്. തിരിച്ചും പഠിക്കാം. കാറ്റഗറി നമ്പർ 65/2025 വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. വനം എന്നാൽ കാട് മാത്രം ഓർമ്മ ഉണ്ടാവും അല്ലേ? നോക്കിക്കേ. വൃക്ഷം എന്നാൽ വനമാണ്, മേഘം എന്നാൽ വനമാണ്, ജലം എന്നാലും വനമാണ്. വനത്തിൻ്റെ പര്യായം പഠിച്ചു വെച്ചോളൂ. ജലം. ജലം എന്നാൽ വനം എന്നർത്ഥം വരുന്നു. അതുപോലെ തന്നെ എണ്ണ എന്നാൽ സ്നേഹം എന്നർത്ഥം വരുന്നു. എണ്ണ എന്നാൽ എന്താണ്? സ്നേഹമാണ്. തേന്മാവ് എന്നർത്ഥം വരുന്ന പദങ്ങൾ കാറ്റഗറി നമ്പർ 57/2025 എന്ന ചോദ്യമാണ്. മാവ് അല്ലെങ്കിൽ തേന്മാവ് എന്നാണ്. ചൂതം, രസാലം. ചൂതം, രസാലം എന്താണ്? തേന്മാവ് അഥവാ മാവ്. ജലം എന്നർത്ഥം വരുന്ന പദങ്ങൾ ഉദകം, സലിലം, വാരി. ഉദകം, സലിലം, വാരി. അപ്പ് എന്ന് പറഞ്ഞാലും വെള്ളമാണ്. തോയം എന്ന് പറഞ്ഞാലും വെള്ളമാണ്. അപ്പ് എന്നാൽ വെള്ളമാണ്, തോയം എന്നാൽ വെള്ളമാണ്, നീര് എന്നാൽ വെള്ളമാണ്, പയസ് എന്നാൽ വെള്ളമാണ്. ഓർക്കണം. അപ്പ്, തോയം, സലിലം, നീര്, വാരി, ഉദകം, വെള്ളം എന്നതിൻ്റെ പര്യായ പദങ്ങളാണ്. കാറ്റഗറി നമ്പർ 60/2025. കാറ്റിൻ്റെ പര്യായ പദങ്ങൾ പവനൻ, അനിലൻ, മാരുതൻ, സദാഗതി. പവനൻ, അനിലൻ, മാരുതൻ, സദാഗതി. അനിലൻ, നായ്ക്ക് വള്ളിയുണ്ട് അല്ലേ? അപ്പോൾ കാറ്റിൽ എന്ത് ചെയ്യും? വള്ളികളാടും. അനിലൻ കാറ്റാണ്. അനലൻ ആരാണ്? അനലൻ അണയ്ക്കുന്നവനാണ് അല്ലേ? അപ്പോൾ അനലൻ ആരാണ്? നമ്മൾ ആരെയാണ് അണയ്ക്കുക? അഗ്നിയെ അല്ലേ? ഇപ്പോൾ അനലൻ അഗ്നി. അനിലൻ ആരാണ്? കാറ്റ്. എങ്ങനെ ഓർക്കാം? കാറ്റിൽ വള്ളിയാടില്ലേ? ഇപ്പോൾ വള്ളിയുള്ളത് കാറ്റാണ്. കാറ്റഗറി നമ്പർ 44/2025, 65/2025. ഈ അടുത്തുള്ള പരീക്ഷകളിൽ സ്ഥിരം സാന്നിധ്യമാണ് കാറ്റിൻ്റെ പര്യായങ്ങൾ. പവനൻ, അനിലൻ, മാരുതൻ, സദാഗതി. സദാഗതി. തെന്നൽ എന്ന് പറഞ്ഞാലും കാറ്റാണ്. രക്തം എന്താണ്? രുധിരം എന്നർത്ഥം അല്ലേ? രക്തം അഥവാ രുധിരം എന്ന വാക്കിൻ്റെ അർത്ഥം രക്തം എന്നാണെന്ന് ഓർക്കുക. വളരെ പ്രധാനപ്പെട്ടതാണ്. കൊന്നമരം. കൊന്നമരം. കൊന്നപ്പൂവിനെ അരകുതം, സുവർണകം, കർണികാരം. അരകുതം, അരകുതാരിഷ്ടം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? കൊന്നമരത്തിൻ്റെ വേര് ഉപയോഗിച്ചുണ്ടാക്കുന്ന, വേരും അതുപോലെ തന്നെ തോലും ഉപയോഗിച്ചുണ്ടാക്കുന്നതാണ് അരകുതാരിഷ്ടം. അപ്പോൾ അരകുതം കൊന്നമരമാണ്. സുവർണകം, കർണികാരം എല്ലാം കൊന്ന തന്നെയാണ്. ഓക്കെ, അത് ഓർത്ത് വെക്കണം. കർണികാരപ്രിയൻ ആരെന്നൊരു ചോദ്യം ഉണ്ടാവും. കർണികാരപ്രിയൻ ശിവനാണ്. ശിവൻ. സുരൻ എന്നാൽ ആരാണ്? ദേവനാണ്. സുരൻ ആരാണ്? ദേവനാണ്. കപാലം എന്താണ്? തലയോട്ടി. കപാലം, തലയോട്ടി. കപോലമോ? കവിൾത്തടം. കപോലം, കവിൾത്തടം. കപോതം, പ്രാവ്. കപോതം, പ്രാവാണ്. കപാലം, കവിൾത്തടം. കപോതം, പ്രാവ്. കപോലം, കവിൾത്തടമാണ്. എലി എന്താണ്? ഘനകനാണ്. എലി ആരാണ്? ഗനകൻ. ഗനകൻ. ആഗു എന്നാലും ആര് തന്നെയാണ്? ആഗു എന്നാലും എലി തന്നെയാണ്. അങ്ങനെയെങ്കിൽ ആഗു ബുക്ക്. എലിയെ കഴിക്കുന്നവൻ ആരാണ്? എലിയെ കഴിക്കുന്നവൻ അത് പൂച്ചയാണ് അല്ലേ? മാർജാരൻ എന്നറിയപ്പെടുന്ന പൂച്ചയാണ് ആഗു ബുക്ക്. ബലിബുക്ക് ആരാണ്? ബുക്ക് എന്ന് പറഞ്ഞാൽ കഴിക്കുന്നതാണ്. ബലിബുക്ക്. ബലിച്ചോറെല്ലാം ആരാണ് കഴിക്കുക? കാക്കയാണ്. അപ്പോൾ ബലിബുക്ക് ആരാണ്? കാക്കയാണ്. ബലിബുക്ക്. കാക്കയാണ് ബലിബുക്ക്. ബലിമുഖം ആരാണ് ചോദിക്കും. ബലിമുഖം എന്നാൽ കുരങ്ങനാണ്. ബലിമുഖം ആരാണ്? കുരങ്ങൻ. കപി അല്ലേ? കപിലൻ, കപീഷ് എന്നൊക്കെ അറിയപ്പെടുന്ന കുരങ്ങനാണ് ബലിമുഖം. മർക്കടൻ എന്നറിയപ്പെടുന്നതും ആരാണ്? കുരങ്ങനാണ്.
കന്തളം എന്നാൽ മുളയാണ്. കന്തളം മുളയാണെങ്കിൽ കന്ധരം എന്താണ്? കഴുത്ത്. ഗളം, ഗ്രീവം, കന്ധരം, ഖണ്ഡം എന്താണ്? കഴുത്താണ്, കഴുത്ത്. കന്ധരം ഗുഹയാണ്. കന്ധാരം പേരാൽ. കാന്താരം, കാന്താരം സിനിമ കണ്ടവർക്കറിയാം. കാന്താരം കാടാണ്. വിഭിനം എന്ന് പറഞ്ഞാൽ കാടാണ്. ആരണ്യം, ആരണ്യം, വിഭിനം. അടവി, അടവി എന്താണ്? അടവി കാടാണ്, കാട്. ആരാമം എന്താണ്? ഉദ്യാനം അഥവാ പൂന്തോട്ടം. ആരാമം എന്നതിൻ്റെ പര്യായ പദങ്ങൾ ഉദ്യാനം, പൂന്തോട്ടം. ഉദ്യാമം എന്താണ്? ഉദ്യാനം പൂന്തോട്ടമാണെങ്കിൽ ഉദ്യാമം കയറാണ്. ഉദ്യാനത്തിൽ ഉദ്യാമം കെട്ടി എന്താണ്? പൂന്തോട്ടത്തിൽ കയറ് കെട്ടി. ഉദ്യമം കയറാണ്. ഉദ്യമം എന്താണ്? ഉദ്യമം പരിശ്രമമാണ് അല്ലേ? ഉദ്യമം പരിശ്രമമാണ്. ഉദ്യാനം പൂന്തോട്ടം, ഉദ്യമം കയർ, ഉദ്യമം പരിശ്രമം. ഉടജം എന്താണ്? ഉടജം, ഉടജം എന്നാൽ ആശ്രമമാണ്. ഉടജം, ഉടജം എന്നാൽ ആശ്രമം. പർണശാല, ഉടജം എല്ലാം എന്താണ്? ആശ്രമമാണ്. പർണശാല എന്താണെന്ന് ചോദിക്കും. ആശ്രമമാണ്. പർണം എന്ന് പറഞ്ഞാൽ എന്താണ്? പർണം എന്ന് പറഞ്ഞാൽ ഇലയാണ്. ഇല എന്നും ചിറകം എന്നും അർത്ഥമുണ്ട്. ഛതം, പത്രം, പദത്രം, ഇല എന്നും ചിറക് എന്നും അർത്ഥം വരുന്നവയാണിത്. ഓക്കെ. സുപർണൻ, നല്ല പർണമുള്ളവൻ, ഗരുഡൻ എന്നുള്ള അർത്ഥത്തില് സുപർണൻ ചോദിക്കാറുണ്ട്. സുപർണൻ, നല്ല പർണമുള്ളവൻ, നല്ല ചിറകുള്ളവൻ, ഗരുഡൻ. ഓക്കെ. മഞ്ഞ് എന്നർത്ഥം വരുന്ന പദങ്ങൾ. മഞ്ഞ് പറഞ്ഞേ. ഹിമം, തുഹിനം, തുഖിനം, പ്രാലേയം, നീഹാരം, തുഷാരം. ഹിമം, തുഹിനം, തുഖിനം, പ്രാലേയം, നീഹാരം, തുഷാരം. ഹൃദം എന്താണ്? ഹൃദം കയമാണ്. കയം. കാറ്റഗറി നമ്പർ 83/2025. ഹൃദം എന്നാൽ കയമാണ്. സമത എന്ന വാക്കിന്റെ അർത്ഥം കാറ്റഗറി നമ്പർ 88/2025. സമത, തുല്യത. സാമ്യം എന്ന് പറയാം, അല്ലെങ്കിൽ സമത എന്ന് പറയാം. സാമ്യത എന്ന് പറഞ്ഞുകൂടാ. സമത. ചുവപ്പ് എന്താണ്? ലോഹിതം. ലോഹിതം എന്താണെന്നൊന്ന് കമന്റ് ചെയ്യണേ. താമസം എന്നതിൻ്റെ നാനാർത്ഥം. താമസം SCRT ആണ്. പാമ്പ്, മൂങ്ങ, ഇരുട്ട്, തമോ ഗുണം. കാറ്റഗറി നമ്പർ 84/2025. താമസം എന്നതിൻ്റെ നാനാർത്ഥങ്ങൾ. പാമ്പ്, മൂങ്ങ, ഇരുട്ട്, തമോ ഗുണം. അങ്കാരം, അഗ്നി, കരിക്കട്ട. അങ്കാരം, അഗ്നി, കരിക്കട്ട. പ്രാവ് നമ്മൾ പറഞ്ഞു, കപോതം. ഗുരുവായൂർ ദേവസ്വം കാറ്റഗറി നമ്പർ 103/2025 വന്ന ചോദ്യമാണ്. അങ്കാരം, അഗ്നി, കരിക്കട്ട. കപോതം എന്നാൽ പ്രാവാണ്. അങ്ങനെയെങ്കിൽ ഒരു പക്ഷിയുടെ പേരോടെ പഠിച്ച്. ശാരിക എന്താണ്? തത്തയാണ്. കീരം, ശാരികം, കീരം, ശാരിക, ശുകം, കിളി. കിളി എന്നാൽ തത്തയാണ്. അങ്ങനെയാണ് കിളിപ്പാട്ട് പ്രസ്ഥാനം. കാറ്റഗറി നമ്പർ 32/2023. പുല്ല് എന്താണ്? നമുക്കറിയാം വാക്ക് തൃണം അല്ലേ? തൃണം വൽഗണിക്കുക എന്ന് പറഞ്ഞാൽ പുല്ലിന്റെ വില നമ്മൾ പറയില്ലേ? ഓക്കെ. ഇപ്പോൾ 37/2023. പുല്ല്, തൃണം. കൊന്നം വരെ നമ്മൾ പറഞ്ഞതാണ്. അരഗതം, സുവർണകം, കർണികാരം. കപാലം, തലയോട്ടി. കപോലം, കവിൾത്തടം. കപോതം, പ്രാവ്. ക്രമേണ എന്നാൽ കുറേ നാൾ കഴിയുമ്പോൾ. ക്രമപ്പെടുത്തുക എന്നാൽ ക്രമത്തിലാക്കുക. ക്രമേണ കുറേ നാൾ കഴിയുമ്പോൾ. ക്രമപ്പെടുത്തുക, ക്രമത്തിലാക്കുക. കൂടുതൽ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.